കൊളകപ്പാറ ചൂരിമലയിൽ ഭീതി വിധിക്കുന്ന കടുവയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാകുന്നു. കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചതിനു പുറമെ വനപാലക സംഘം ചൂരിമലയിൽ ക്യാമ്പ് ചെയ്ത് തിരച്ചിൽ നടത്തുന്നുണ്ട്. അതിനിടെ ചൂരിമലക്കുന്നിൽ ജനവാസ കേന്ദ്രത്തിനരികെ ഇന്നലെ രാത്രി കടുവയെത്തിയത് പ്രദേശവാസികളിൽ ഭീതി പരത്തി. ബീനാച്ചി എസ്റ്റേറ്റിനോട് ചേർന്നുള്ള കൊളകപ്പാറ ചൂരിമല പ്രദേശത്ത് കടുവാ ഭീതി ഒഴിയുന്നില്ല. കൂട് സ്ഥാപിച്ചും തിരച്ചിൽ നടത്തിയും വനപാലകർ പ്രദേശത്ത് തമ്പടിച്ചിട്ടും ഭീതിയിൽ തന്നെയാണ് പ്രദേശവാസികൾ. 2 ദിവസം മുൻപ് പോത്തിനെ കൊന്നുതിന്ന കടുവ ഇന്നലെ രാത്രിയിലും ജനവാസ കേന്ദ്രങ്ങൾക്കരികിലെത്തി. വിജീഷ് എന്നയാൾ കടുവയെ നേരിൽ കാണുകയും ചെയ്തു. ചൂരിമലക്കുന്നിൽ ജനവാസ കേന്ദ്രത്തിനരികിൽ രാത്രി 10:30 കടുവയുടെ ശബ്ദം കേട്ടത് ജനങ്ങളെ ഭീതിയിലാക്കി. രാത്രി മുഴുവൻ അലർച്ച കേട്ടതോടെ ഉറക്കമില്ലാതെ കഴിയുകയായിരുന്നു പ്രദേശവാസികൾ. ഒരു ഇടി പോലത്തെ ഒരു ശബ്ദമാണ് കേട്ടോ. ചെറിയ മൃഗമൊന്നും അല്ലാന്ന് തോന്നുന്നു. അതിൻ്റെ ശബ്ദം കേട്ടിട്ട് വലിയതാണ്. അപ്പോൾ 2 ദിവസം മുന്നേ ഇവരൊക്കെ ശബ്ദം കേട്ടത്. അന്നേരം ഞങ്ങൾ ഒരു യോഗ ഉണ്ടായിരുന്നു വടുവഞ്ചാൽ. അന്ന് ഞങ്ങൾ അവിടെ പോയപ്പോൾ 2 പ്രാവശ്യം ഇവർ കേട്ട് ഞങ്ങളോട് ആൾക്ക് വിളിച്ച് പറഞ്ഞിരുന്നു. പിന്നെ ഇന്നലെ ഞങ്ങൾ ശരിക്കും കേട്ടു. ശബ്ദമുണ്ട്, സംഗതി ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് സാധനം, വേറെ ഒന്നുമല്ല. അപ്പോൾ അത് പേടിയാണ് ഞങ്ങൾക്കെല്ലാം. ഇന്നലെ രാത്രിയൊക്കെ പുറത്തിറങ്ങാൻ പേടിയായി ഇത് കേട്ടപ്പോൾ. പിന്നെ ഇവിടെയുള്ള ഐറ്റങ്ങളൊക്കെ ഇപ്പോഴും ഇറങ്ങിയിരിക്കുന്നോന്നറിയില്ല പേടിച്ചിട്ട്. ദേശീയപാതയിൽ നിന്ന് 1 കിലോമീറ്റർ പോലുമില്ല ഇവരുടെ താമസ സ്ഥലത്തേക്ക്. ബീനാച്ചി എസ്റ്റേറ്റിന്റെ ഭാഗമായുള്ള പ്രദേശങ്ങളിലെ കാട് വെട്ടിമാറ്റാൻ തയ്യാറാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതേസമയം കഴിഞ്ഞ 3 മാസത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ കന്നുകാലികളെ നഷ്ടമായ ചൂരിമലയിൽ ഷേർലി കൃഷ്ണൻ, വാര്യത്തുപറമ്പിൽ ബിനീഷ്, താണാട്ടുകൂടി മായാരാജൻ എന്നിവർക്കുള്ള നഷ്ടപരിഹാര തുക വനംവകുപ്പ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറി. മലനാട് ന്യൂസ്, ബത്തേരി.